നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു അപ്പത്തിൽ നമ്മൾ സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ, ഈസ്റ്റ്, കള്ള്, തേങ്ങാ വെള്ളം, കപ്പി കാച്ചുന്നത് ഒന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു അപ്പത്തിന് വേണ്ടിയിട്ട് അരി ആദ്യം തന്നെ കുതിർക്കാൻ വെച്ചിരുന്നു. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെച്ച പച്ചരിയാണ് കേട്ടോ ഇത്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു പച്ചരിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 2 ഗ്ലാസ് അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നല്ല പോലെ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് കുതിർത്തി വെച്ചതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നൈറ്റാണ് അരച്ച് വെക്കുന്നത്. എന്നിട്ട് രാവിലെ നമ്മളിത് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം രാവിലെയാണ് കേട്ടോ അപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അപ്പത്തിന് മാവ് അരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ പച്ചരി ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചരി കുതിർക്കാൻ വെക്കുന്നതിനേക്കാളും മുമ്പ് നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ 4 മണിക്കൂർ നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 2 ബാച്ചസ് ആയിട്ടാണ് നമ്മുടെ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അളവിൽ വേവിച്ച ചോറാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതൊരു ഗ്ലാസ്സിലാണ് അരി എടുക്കുന്നത്, അളന്നെടുക്കുന്നത്, ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാനിപ്പോൾ ചോറ് എടുത്തത്. അതേപോലെ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അളവിൽ നമ്മൾ പച്ചരി എടുത്തത് കേട്ടോ. അതേപോലെ തന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് അളവിൽ തന്നെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അരി കുതിർത്ത അരി വെള്ളത്തിൽ തന്നെ നമുക്കിതിങ്ങി നല്ലപോലെ അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഡവറയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 ബാച്ചസ് ആയിട്ട് ആണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ 2 ബാച്ചസും നമുക്ക് ഇതേപോലെ തന്നെ അരച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം, ഒട്ടും തരികളില്ലാതെ വേണം ഈ ഒരു മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാനിപ്പോൾ മാവ് എടുത്തിരിക്കുന്നത്. നമ്മളിതിലേക്ക് ഈസ്റ്റ്, സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ, തേങ്ങാ വെള്ളം ഒന്നും തന്നെ ഈ ഒരു മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവ നേരിട്ടല്ല നമ്മൾ ചേർക്കുന്നത്, ഒരു കിഴിയാണ് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം വെള്ള തുണി, നല്ല ക്ലീൻ ആയിട്ടുള്ള കഴുകി ഉണക്കിയ ഒരു വെള്ള തുണിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്തിട്ട് ഒരു കിഴി രൂപത്തിലാക്കാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ കാണിച്ച പോലെ കിഴി രൂപത്തിലാക്കിയിട്ട് ഒന്ന് ആദ്യം തന്നെ ഒരു മാവിലേക്ക് നമ്മുടെ ഒരു കിഴി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മുക്കി ഡിപ്പ് ചെയ്ത് വെക്കാം. ആ ഒരു മാവിലേക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു കിഴി ഇറക്കി വെക്കുക. എന്നിട്ട് ഇത് ഓവർനൈറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ അപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ഓവർനൈറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാവൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഈസ്റ്റൊക്കെ ഇടുന്ന പോലെ ഒരുപാടങ്ങ് പൊന്തി വരത്തില്ല, പക്ഷേ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് പൊന്തി കിട്ടുക. അതേപോലെ തന്നെ അപ്പം ചുടുമ്പോൾ പക്ഷെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഇനി നമ്മൾ ആ ഒരു കിഴി നമ്മുടെ ഒരു മാവിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് ആ ഒരു മാവ് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കിഴി കിട്ടിയത് നമ്മളിങ്ങനെ ഇട്ട് വയ്ക്കുമ്പോഴത്തേനും, ഓവർനൈറ്റ് വയ്ക്കുമ്പോഴത്തേനും ആ ഒരു നമ്മുടെ ഒരു ഉലുവയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ ഒരു മാവ് നല്ല പോലെ പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു അപ്പം കിട്ടുന്നത്. അതേപോലെ തന്നെ ഉലുവ ചേർത്തെന്ന് വെച്ചിട്ട് നമുക്ക് കയ്പ്പരസൊന്നും വരില്ല, ഒരു പ്രത്യേക സ്വാദ് തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ അപ്പം റെഡിയാക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് ആവശ്യത്തിന് നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, നോർമൽ വാട്ടർ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പം റെഡിയാക്കാം കേട്ടോ. നമ്മൾ പഞ്ചസാര ഉപ്പൊക്കെ കറക്റ്റായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം റെഡിയാക്കാം. അപ്പോൾ നമുക്കിനി അപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് അപ്പച്ചട്ടിയിലേക്ക് 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമ്മൾ ആരും പറയത്തും കൂടി ഇല്ല ഈസ്റ്റ് ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു അപ്പമാണെന്ന്. നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. കള്ളോ ഈസ്റ്റ് അതേപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഒഴിച്ചപ്പോൾ തന്നെ കാണാം സൈഡിലൊക്കെ ആ ഒരു ബബിൾസൊക്കെ വന്ന് അടിപൊളിയായിട്ട് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മൂടി വെച്ചിട്ട് നമ്മുടെ അപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ അപ്പവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. ആരും പറയത്തില്ല ഇതിൽ ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ല എന്ന്. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാണ്, അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇസ്റ്റൂവിൻ്റെ കൂടെയോ മുട്ടക്കറി, ചിക്കൻ കറി, ഏത് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാനായാലും അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ അപ്പം കുറച്ച് ഒരു 4-5 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തൊടുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലത്തെ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. എന്താ പറയുക, ഇത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വിഭവങ്ങളായിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്